കൺട്രോൾഡ് അല്ലെങ്കിലും ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടോ. പക്ഷെ ചപ്പി രസമൊന്നുമല്ല ഇത്. വയറൊക്കെ എനിക്ക് ഭയങ്കര ബോറാണ്. എനിക്ക് ഭയങ്കര ലീനായിട്ടിരിക്കുന്ന എന്നെ കാണാനാണ് എനിക്കിഷ്ടം. നിങ്ങൾക്കൊരു പക്ഷെ അങ്ങനെ ആയിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ കംഫർട്ടായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കുന്ന ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. പുറമെ കാണുന്നവർക്ക് ചിലപ്പോൾ സാരി എടുത്തിട്ടും അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് എൻ്റെ പല ഡ്രസ്സുകളും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ കുറച്ചായിട്ട്. അതെനിക്ക് ലാസ്റ്റ് ഞാൻ പുള്ളി വന്ന സമയത്ത് 2023 ഞങ്ങൾ പൂനെയിൽ ഗോവയിലൊക്കെ ഉള്ള സമയത്ത് കുറച്ച് വണ്ണം ഉണ്ടായിരുന്നു. ഇതിലും ഉണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ച് വൃത്തികേടായിരുന്നു. അവിടുന്ന് പിന്നെ ഇടയ്ക്ക് ജിമ്മിലൊക്കെ പോയി പിന്നെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് വീണ്ടും വന്നു. ഇപ്പോൾ അതാ ഒരു 2 മാസത്തിന് മേളിലായി ജിമ്മിൽ പോക്കില്ല. ഭക്ഷണം കൺട്രോൾഡ് അല്ല. അങ്ങനെയൊക്കെ സംഭവിച്ചതാണ്. തിരിച്ച് ഞാൻ വരും, തിരിച്ചൊക്കെ കുറക്കും. ഇപ്പം ഞാൻ ഇച്ചിരി ഇതായിട്ട് നിൽക്കുകയാണ്. ഗിറ്റാർ ക്ലാസ്സിന് പോകാറില്ല, ജിമ്മിൽ പോകാറില്ല. വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാനിങ്ങനെ വേറെ എൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ബാക്ക് ടു റൂട്ടിലോട്ട് തിരിച്ചു വരണം. തിരിച്ചു വരും. എനിക്കൊരു മയക്കം ഫീൽ ചെയ്യുന്നു. അതിങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നു. കണ്ട ആ മെഡിസിൻ കഴിക്കണ്ടായിരുന്നു തോന്നുന്നു. ടൂറൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ഫുഡൊക്കെ കണ്ടാൽ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ ടൂറ് പോകുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ലഡു, ജിലേബി, മധുരം, ഐസ്ക്രീം അങ്ങനെയുള്ള ഒരു സാധനത്തിനോട് എനിക്കൊരു ഇഷ്ടമുള്ള വ്യക്തിയല്ല. പിന്നെ മറ്റേ ബോട്ടിൽ വാട്ടറുകളില്ലേ, ഈ മധുരമുള്ള അങ്ങനെയുള്ള ഓരോ സാധനങ്ങളും ഞാൻ കഴിക്കില്ല. ഈ മിരിണ്ട അങ്ങനെ വാട്ടർ അതുപോലത്തെ ഫ്രൂട്ടി അങ്ങനെയുള്ളൊരു സാധനങ്ങളും കുറേ നാളായിട്ട് ഞാൻ. പിന്നെ ജങ്ക് ഫുഡൊക്കെ കഴിക്കും. പിന്നെ എണ്ണയിൽ വറുത്തൊന്നും ഒരുപാട് കഴിക്കുന്ന ഒരാളല്ല. എന്നാൽ ചിക്കൻ അടങ്ങിയ ചിക്കൻ സമൂസ, ചിക്കൻ കട്ട്ലറ്റ് അങ്ങനെയൊക്കെ കഴിക്കും. പിന്നെ ഈ വറുത്തതും പൊരിച്ചതൊന്നും അങ്ങനെ കഴിക്കുന്ന ഒരാളല്ല. പിന്നെ ഊണ് കഴിക്കുമ്പോൾ വറുത്ത മീനൊക്കെ കഴിക്കും. പക്ഷെ എന്നാൽ പോയി ചാർജായിട്ടൊക്കെ വാന്ന് പറയുന്നുണ്ട്. അത് എനിക്ക് ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും. മെഡിസിൻ്റെ ആണ് ചിലപ്പോൾ, അറിയില്ല. എല്ലാം പോയിട്ട് 11 മണിക്ക് വരട്ടെ ഞാൻ. എനിക്കറിയില്ല, മയക്കം വരും. ഇത് ഈ മെഡിസിൻ കഴിക്കുമ്പോൾ എനിക്കറിയാം ഇതിപ്പോൾ സംഭവിക്കും എന്നുള്ളത്. അലർജിയുടെ മറ്റേ മെഡിസിനാണ്. അത് കഴിക്കുമ്പോൾ എനിക്കറിയാം. കഴിക്കുമ്പോൾ അറിയാം എനിക്കിങ്ങനെ ചെറിയൊരു മയക്കം വരും എന്നുള്ളത്. പക്ഷെ വിശക്കുന്നുണ്ട്. ആപ്പിൾ കഴിച്ച് വലിയ കാര്യത്തിലൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നടക്കുന്നില്ല. അല്ല, ഞാനങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് കേട്ടോ. പക്ഷെ ഇപ്പം ഫുഡ് കൺട്രോളിലല്ലാത്തതുകൊണ്ട് പറ്റുന്നില്ല.